ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നമ്മൾ വരുന്ന വാട്ടർ ടാങ്കുകൾ എണ്ണം കൂടുതലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് 1000 ലിറ്ററിൻ്റെ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് വലിയൊരു ബിൽഡിംഗ് ആണ്. അപ്പോൾ ആ ബിൽഡിങ്ങിൽ കൊടുത്തിരിക്കുന്നത് 1000 ലിറ്ററിൻ്റെ 4 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ വരുമ്പോൾ 4000 വരുന്നുണ്ട്. അത് വലിയ ഹൈറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടി, അതായത് വലിയ ടാങ്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 4 എണ്ണം ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ 4 എണ്ണം നമ്മൾ ലിങ്ക് ചെയ്തിരിക്കുന്ന രീതി ജസ്റ്റ് ഇന്ന് നിങ്ങളെ കാണിച്ചു തരാം. അതായത് യൂണിയൻ ഇട്ടിട്ടാണ് എല്ലാം ടൈറ്റ് ചെയ്തിരിക്കുന്നത്. 2 ഇഞ്ച് യൂണിയൻ ഇട്ടതിന് ശേഷമാണ് കൊടുത്തിരിക്കുന്നത്. എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ യൂണിയൻ അഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 4ഉം കണക്ട് ചെയ്തിരിക്കുന്നു. പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 3 സെക്ഷനായിട്ട് ഇറക്കിയിരിക്കുന്നത്. അത് 2 ഇഞ്ച് നമ്മൾ റൂമിലേക്കും അതുപോലെ തന്നെ ഫ്ലോറിലേക്ക് ഇറക്കിയിരിക്കുന്നു. പിന്നെ ഒരു സെപ്പറേറ്റ് ഏറ്റവും താഴത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഏരിയ ഉള്ളതുകൊണ്ട് ആ ഏരിയയിലേക്ക് 1 ഇഞ്ച് പൈപ്പും സെപ്പറേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സെപ്പറേറ്റ് 3 ഇഞ്ചായിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. പിന്നെ അതുപോലെ ഇനി ഇന്ന് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് 1.5 ഇഞ്ച് പൈപ്പ്, അതായത് പുറത്തുനിന്ന് വെള്ളം ഇല്ലാത്ത അവസ്ഥ വരുന്ന സമയത്ത് പുറത്തുനിന്ന് ടാങ്കിലൊക്കെ വെള്ളം അടിച്ച് കയറ്റുന്നതിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് പൈപ്പ് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് ടാങ്കിലേക്ക് കൊണ്ടുവിട്ടുന്നിരിക്കുന്നു. അത് കൂടാതെ തന്നെ നമുക്ക് ബോർവെല്ലിൻ്റെ, അത് കിണറിൽ നിന്നാണെങ്കിലും ബോർവെല്ലിൽ നിന്നാണെങ്കിലും ഇപ്പോൾ ഇവിടെ ഓൾറെഡി ചെയ്തിരിക്കുന്നത് ബോർവെല്ലിൽ നിന്നാണ്. ബോർവെല്ലിൽ നിന്നും ഡയറക്റ്റായിട്ട് നമ്മൾ 1 ഇഞ്ച് പൈപ്പാണ് വന്നിരിക്കുന്നത്. 1 ഇഞ്ച് പൈപ്പ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ 4 ടാങ്കുകൾ കണക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ എയർ സിസ്റ്റം സെയിം ഹൈറ്റ് ആയതുകൊണ്ട് ലിറ്റർ തന്നെ ആയതുകൊണ്ട് ഒരേ ലെവലിൽ തന്നെയായിരിക്കും എൻ്റെ വെള്ളത്തിൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് ഓവർഫ്ലോ നമ്മൾ കൊടുത്തിരിക്കുന്നത് നേരെ എല്ലാത്തിനും ലിങ്ക് ചെയ്തതിന് ശേഷം അതിൽ നിന്നൊന്ന് പൊക്കിയതിന് ശേഷം നമ്മൾ നേരെ 1 ഇഞ്ച് പൈപ്പ് നേരെ ഓവർഫ്ലോ നേരെ കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാ ടാങ്കുകളും ഒന്നിച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി സെപ്പറേറ്റ് വാൽവുകൾ വെക്കണമെങ്കിൽ നിങ്ങൾക്ക് വാൽവുകൾ ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് വാൽവ് വെച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നത് 2 ടാങ്കിൽ സെപ്പറേറ്റ് 1.5 ഇഞ്ച് പൈപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ 1 ഇഞ്ച് പൈപ്പ് വീണ്ടും നമ്മൾ ബോർവെല്ലിൽ നിന്നും മോട്ടറിൽ നിന്നും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴെ നിന്നും ബിൽഡിങ്ങിൻ്റെ ആവശ്യം അനുസരിച്ചിട്ട് ഏതാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത്രയും പൈപ്പുകൾ നമ്മൾ ഇറക്കിയിരിക്കുന്നത്. കാരണം ബിൽഡിംഗ് ആയതുകൊണ്ട് പിന്നീട് ഒരു വർക്ക് അവിടെ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി ചെയ്യുന്ന സമയത്ത് തന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടിരിക്കുന്നു. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ ഒരു മെയിൻ്റനൻസ് കാര്യങ്ങൾ ഉണ്ടാവില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നം എന്തെങ്കിലും കൊണ്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ബോർവെല്ലിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആവുന്ന സമയത്ത് നമുക്ക് കിണറിൽ നിന്നുള്ള വെള്ളം അടിച്ച് കയറ്റാൻ, കിണറിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്താണെങ്കിലും നമുക്ക് പുറമേ നിന്ന് വെള്ളം കൊണ്ടുവന്ന് അതിലേക്ക് ടാങ്കിലേക്ക് നമുക്ക് അടിച്ച് കയറ്റുന്നതിന് ആവശ്യമായിരിക്കും. അത് ഒരു ബിൽഡിംഗ് ആയതുകൊണ്ട് എപ്പോഴും വെള്ളം ആവശ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതുമാത്രമല്ല ബിൽഡിങ്ങിൻ്റെ മുകളിലാണെങ്കിൽ ചില സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മളൊരു വീടുകളും അതിൻ്റെ മുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും വെള്ളത്തിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ട് ഒന്നും സംഭവിക്കരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ് അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.